മാത്യു സ്റ്റീഫൻ അടക്കം 3 പേർക്കെതിരെ തട്ടിപ്പ് കേസ്. ജ്വല്ലറി ഉടമയെ ഭീഷണിപ്പെടുത്തി സ്വർണം തട്ടിയെടുത്തെന്ന പരാതിയിലാണ് കേസ്. മാത്യു സ്റ്റീഫൻ, ജിജി, സുബൈർ എന്നിവരെ പ്രതിയാക്കി തൊടുപുഴ പോലീസാണ് കേസെടുത്തത്. വിവരങ്ങളുമായി ജോസിൽ സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട്. ജോസിൽ, എപ്പോഴായിരുന്നു ഈ ഒരു കേസിന് ആസ്പദമായ സംഭവം നടന്നത്? ഇപ്പോൾ മുൻ MLA അടക്കം 3 പേരാണ് കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീനിധി, കഴിഞ്ഞ ജനുവരിയിലാണ് ഈ സംഭവങ്ങൾക്ക് തുടക്കം. ഈ കേസിലെ ഒന്നാം പ്രതിയായ മുൻ MLA, നേരത്തെ ഉടുമ്പൻചോല MLAയും അതുപോലെ തന്നെ ഇടുക്കി നിയോജക മണ്ഡലത്തിലും MLA ആയി 2 തവണ നിയമസഭയിൽ എത്തിയ വ്യക്തിയാണ് മാത്യു സ്റ്റീഫൻ. മാത്യു സ്റ്റീഫൻ ഇപ്പോൾ ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന ഒരു സംഘടന ഉണ്ടാക്കി പ്രവർത്തിക്കുകയാണ്. ആ സംഘടനയിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരാണ് ഇപ്പോൾ ഈ കേസിൽ പ്രതിയായിരിക്കുന്നത്. തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഒരു ജ്വല്ലറി ഉടമയോട് ആദ്യം 1,69,000 രൂപയുടെ സ്വർണമാണ് ഇവർ മേടിച്ചെടുത്തത്. ഇത്തരത്തിൽ പാവപ്പെട്ട ആളുകളെ സഹായിക്കാനാണ്, വിവാഹം നടത്താനാണ് എന്നൊക്കെ പറഞ്ഞാണ് ആദ്യം 1,69,000 രൂപയുടെ സ്വർണം മേടിച്ചെടുക്കുന്നത്. അതിനുശേഷം പിന്നീട് ഇവർ 2 ലക്ഷം രൂപ തിരിച്ചു കൊണ്ടേ കൊടുക്കുന്നു. ബാക്കി ക്രെഡിറ്റ് ആയിട്ട് ജ്വല്ലറിയിൽ തന്നെ കിടന്നോട്ടെ എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നു. പിന്നീട് വന്നിട്ട് 10 ലക്ഷം രൂപയുടെ സ്വർണമാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ജ്വല്ലറി ഉടമ പറഞ്ഞു അത്രയും വലിയ തുക യുടെ സ്വർണം ക്രെഡിറ്റായി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് മാത്യു സ്റ്റീഫൻ, അതുപോലെ തന്നെ ഈ പ്രതിയായ ജിജി, അതുപോലെ തന്നെ പുരുഷോത്തമൻ, സുബൈർ അടക്കമുള്ള ആളുകൾ ചെന്നാണ് ഈ ജ്വല്ലറി ഉടമയോട് സംസാരിക്കുന്നത്. അപ്പൊ ഈ ജ്വല്ലറി ഉടമ അത്രയും തുകയുടെ സ്വർണം ക്രെഡിറ്റായി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഇവർ തിരിച്ചുപോയി. പിന്നീട് ഈ പ്രതികൾ വീണ്ടും ഈ ജിജി, പുരുഷോത്തമൻ, അതുപോലെ തന്നെ സുബൈർ അടക്കമുള്ള ആളുകൾ വന്ന് കൂടുതൽ നിർബന്ധിച്ച ഈ സ്വർണം മേടിച്ചെടുത്തു എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ഈ പണം പറഞ്ഞ കാലാവധി കഴിഞ്ഞിട്ടും കിട്ടാതെ വന്നപ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ ഈ ജിജി ഈ ജ്വല്ലറി ഉടമയ്ക്കെതിരെ പരാതി പോലീസിൽ കൊടുക്കുകയായിരുന്നു. പിന്നീട് ഈ ജ്വല്ലറി ഉടമ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ പ്രതികൾ, അതായത് മാത്യു സ്റ്റീഫൻ ഒഴിച്ച് ഉള്ള മറ്റു പ്രതികൾ, അതായത് ജിജി എന്ന് പറയുന്ന സ്ത്രീയും അതുപോലെ തന്നെ സുബൈർ, പുരുഷോത്തമൻ അടക്കമുള്ള ആളുകൾ കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട്ടിൽ മുക്കുപണ്ടം പണയം വെച്ച കേസിൽ ഇപ്പോൾ നിലവിൽ റിമാൻഡിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ റിമാൻഡിൽ കഴിയുന്ന ഈ പ്രതികളെ, അതായത് ജിജിയെയും സുബൈറിനെയും തൊടുപുഴ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടി അപേക്ഷ ഇപ്പോൾ മുട്ടം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുട്ടം കോടതിയിലാണ്. മുട്ടം കോടതിയിൽ പക്ഷേ സുബൈറിനെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. ജിജി വൈദ്യപരിശോധനയിൽ BP വേരിയേഷൻ കണ്ടതുകൊണ്ട് വീണ്ടും 15-ാം തീയതി കസ്റ്റഡി അപേക്ഷ കൊടുക്കാനാണ് കോടതി ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. മുൻ മാത്യു സ്റ്റീഫൻ അടക്കം 3 പേർക്കെതിരെ തട്ടിപ്പ് കേസ്. ജ്വല്ലറി ഉടമയെ ഭീഷണിപ്പെടുത്തി സ്വർണം തട്ടിയെടുത്തെന്ന പരാതിയിലാണ് കേസ്. വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ജോസിലാണ്.